ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദുബായിലെ ഗോൾഡ് സൂക്ക് അഥവാ ഗോൾഡ് മാർക്കറ്റ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ 63 കിലോ ഭാരമുള്ള 21 ക്യാരറ്റിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ മോതിരം. ഇതാണ് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മോതിരം. ഇതിൻ്റെ ഭാരം 63 കിലോ 856 ഗ്രാമാണ്. 21 ക്യാരറ്റ് സ്വർണം കൊണ്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ശരീരം മുഴുവൻ മൂടുന്ന വലിയ നെക്ലേസുകൾ, വിവിധ ഡിസൈൻസിലുള്ള സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ, 300-ലേറെ സ്വർണ്ണക്കടകളുള്ള ദുബായിലെ സ്വർണ്ണക്കടകളുടെ ചന്ത അഥവാ മാർക്കറ്റ്. ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ദേറ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ രാവിലെയാണ് ദേറ സന്ദർശിച്ചത്. അതിൻ്റെ കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഞങ്ങൾ ബസ് ഇറങ്ങി മാർക്കറ്റിലേക്ക് നടക്കുകയാണ്. ബസ് അവിടെയെങ്ങും പാർക്ക് ചെയ്യാൻ അനുവാദമില്ല. ഇറങ്ങിയ ശേഷം മറ്റൊരിടത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ ബസ്സിൽ വീണ്ടും ഒന്നിച്ചൊരു സ്പോട്ടിൽ നിന്നും കയറും. ആഭരണക്കടയുടെ മുൻപിലെത്തിയപ്പോഴേ ഞങ്ങളുടെ ടീം അംഗങ്ങൾ ഫോട്ടോ എടുപ്പ് തുടങ്ങി. പലവിധ പോസിലുള്ള ഫോട്ടോകളാണ് എല്ലാവരും എടുത്തത്. അങ്ങനെ ഞങ്ങൾ ദുബായിലെ ഗോൾഡ് സൂക്ക് കണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന കടകളൊന്നും വലിയ വലിപ്പമുള്ളവയല്ല. 1-2 സെയിൽസ് എക്സിക്യൂട്ടീവിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഷോപ്പുകളാണ്. ഓരോ കടകളിലും ആഭരണങ്ങൾ നല്ല ഭംഗിയായും ചിട്ടയായും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഗോൾഡ് സൂക്കിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ പ്ലാറ്റിനം, ഡയമണ്ട്, സിൽവർ എന്നിവയും ലഭിക്കുന്ന ഷോറൂമുകൾ ഉണ്ട്. ഇന്ത്യ, UK, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ 10ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 300-ലേറെ സ്വർണ്ണക്കടകളാണ് ഇവിടെയുള്ളത്. ഈ ഷോപ്പിൽ ഭംഗിയുള്ള നിരവധി മാലകളാണുള്ളത്. ഒപ്പം വീതിയുള്ള വളകളും ഇവിടെ കാണാൻ കഴിയും. വീതിയുള്ള വലിയ നെക്ലേസുകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വലിയ സ്വർണ്ണാഭരണങ്ങൾ, അതാണ് ഇവിടുത്തെ കാഴ്ച. അങ്ങനെ ഞങ്ങൾ ഷോപ്പുകളൊക്കെ കണ്ട് ഗേറ്റ് നമ്പർ 3 മുൻപിലെത്തി. പരമ്പരാഗത രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വ്യാപാര കേന്ദ്രമാണ് ഈ സൂക്ക്. പ്രവേശന കവാടവും ഉൾഭാഗവും എല്ലാം വുഡൻ സ്റ്റൈലിലാണ് ഒരുക്കിയിരിക്കുന്നത്. പഴയ മോഡൽ ലൈറ്റുകളാണ് ഇവിടെ തൂക്കിയിരിക്കുന്നത്. ഈ കട നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള
ആഭരണങ്ങളാണ് ഇവിടെയുള്ളത്. ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വലിയ സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ. അതുപോലെ മുഖം മൂടുന്നതും തല, കയ്യ് എന്നീ ശരീരഭാഗങ്ങൾ മൂടുന്നതുമായ സ്വർണ്ണാഭരണങ്ങളാണ് ഈ കാണുന്നത്. ഇത്തരം ഡിസൈനുള്ള ആഭരണങ്ങൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയേറെ വ്യത്യസ്ത ആഭരണങ്ങൾ ഇവിടെ കാണാൻ കഴിയും. വ്യത്യസ്ത ഡിസൈനുള്ള ചെറുതും വലുതുമായ ആഭരണങ്ങൾ, കല്ല് പതിച്ചവയുണ്ട്. അറബിക്ക് ട്രഡീഷണലുള്ളവ, ഇങ്ങനെ എല്ലാം വ്യത്യസ്ത ആഭരണങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ നീളുന്നു ഗോൾഡ് സൂക്കിലെ ആഭരണങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ. സ്വർണം വാങ്ങുന്നവർക്ക് പ്രത്യേക ഇളവ് ഇവിടുത്തെ ഭരണകൂടം നൽകുന്നുണ്ട്. ദുബായിൽ ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് വാല്യൂ ആഡഡ് ടാക്സ് അഥവാ വാറ്റ് എയർപോർട്ടിൽ വെച്ച് കസ്റ്റമർക്ക് റീഫണ്ട് ചെയ്ത് നൽകുന്നു. ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. കൂടാതെ ഫെസ്റ്റിവൽ സമയത്ത് ഷോപ്പിൽ ആഭരണങ്ങൾക്ക് വലിയ ഓഫറുകൾ നൽകുന്നുണ്ട്. ടൂറിസത്തിന് ഈ രാജ്യം വലിയ പ്രോത്സാഹനം നൽകുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഗോൾഡ് സൂക്കിലെ ഈ ആനുകൂല്യങ്ങൾ അഥവാ ഡിസ്കൗണ്ടുകൾ. ഇവിടെ സന്ദർശിക്കാനായി അനവധി ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വർഷം തോറും ഇവിടെ എത്താറുണ്ട്. ടൂറിസത്തിൻ്റെ ഈ ഒഴുക്ക് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണമോതിരത്തിൻ്റെ കടയുടെ മുൻപിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗിന്നസ് ബുക്കിലെ റെക്കോർഡ് ലഭിച്ച സ്വർണ്ണമോതിരം. തൊട്ടടുത്ത് ട്രഡീഷണലായിട്ടുള്ള ഓർണമെൻറ്റ്സ് ധരിച്ച ഡെമ്മികളെയും കാണാൻ കഴിയും. അറബികൾ അവരുടെ ഭാര്യമാർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇത്തരം വസ്ത്രങ്ങൾ പോലെയുള്ള ആഭരണങ്ങൾ നൽകാറുണ്ട്. ഗോൾഡ് സൂക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ദുബായ് ട്രിപ്പിൻ്റെ മുഴുവൻ വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക.